ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട എൽസ്റ്റൺ എസ്റ്റേറ്റ് കേസിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയുമായി സംസ്ഥാന സർക്കാർ. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി തീരുമാനത്തിനെതിരെ ഉടമകൾ സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കെയാണ് നീക്കം. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഇന്നലെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഭൂമി ഏറ്റെടുക്കാം, തുക കുറച്ച് കൂടുതൽ കെട്ടിവെക്കുക എന്നൊരു തീരുമാനം കോടതി പ്രഖ്യാപിച്ചത്. അതിനുശേഷം എസ്റ്റേറ്റ് ഉടമകൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഇപ്പോൾ ഈ കെവിയറ്റ് ഹർജിയിലൂടെ എന്താണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്? അനുജ, ഇന്നലെയാണ് കേരള ഹൈക്കോടതി എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 64 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ ഉള്ള നിർദ്ദേശം സർക്കാർ നൽകുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് അധികമായി ഒരു 17 കോടി രൂപ ഇത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കെട്ടിവെക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഇതിനെതിരെ ഈ ഹൈക്കോടതിയുടെ ഈ നിലവിലെ ഇടക്കാല ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാനം ഒരു തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ വാദം കേൾക്കാതെ ഒരു കാരണവശാലും ഈ ഹൈക്കോടതി വിധിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. സ്വാഭാവിക നടപടി ആണിത്. കാരണം എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഉടമകൾ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വാദം കൂടി പരിഗണിക്കണം, അതുകൂടി കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ തടസ്സ ഹർജി സ്റ്റേറ്റ് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. അനുജ, ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട എൽസ്റ്റൺ എസ്റ്റേറ്റ് കേസിലാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. 64 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി തീരുമാനത്തിനെതിരെ ഉടമകൾ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ അതിൽ ഒരു ഉത്തരവിലേക്ക് പോകരുത്, തങ്ങളുടെ ഭാഗം കേൾക്കാതെ എന്നതാണ് ആവശ്യം.